ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് സാങ്കേതികമായ അതൊരു കവർച്ചാ കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ്. അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ്. കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ്. ആസ്പദമായ സംഭവം നടന്നത് ഒന്നും രണ്ടൊന്നും അല്ല, 3.5 പതിറ്റാണ്ട്. ഇന്നത്തെ MDA കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ പൊക്കിയതാണ്. അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് 10 വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ്. ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു ആടാപടലമാണ് ആഞ്ഞുവിട്ട്. മെമ്മറി കാർഡും ഹാഷ്വാലിയും പറഞ്ഞ പോലെയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ച് അടിച്ചുമാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറ് പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ മണി അധമ നീക്കത്തിൽ അട്ടിമറി. ആന്റണി രാജുവും സംഘവും കേരള പോലീസിനെയും സത്യത്തിന്റെ മുഖത്തേക്ക് അന്ന് ഉളുപ്പില്ലാതെ വീശിയെറിഞ്ഞത് കാളകൂട കരിയോയിലാണ്. കോടതിയുടെ കടുത്ത വാക്കിൽ പകച്ചുപറച്ചൊരു ഉദ്യോഗസ്ഥൻ, ഒരു വിദേശിയെ കള്ളക്കേസിൽ കുടുക്കിയ ഏമാനെന്ന കുത്തുവാക്കേട്ട ഉദ്യോഗസ്ഥൻ, സത്യം തെളിയിക്കാൻ ഇല്ലാത്ത കാശ് മുടക്കി സുപ്രീം കോടതി വരെ പോയ ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും. അന്നും ഇന്നും നാർക്കോട്ടിക്സ് ഒരു നീചപ്പണിയാണ്. പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ കുറ്റവാളിത്തം ചെയ്തൊരു ക്രിമിനൽ വക്കീൽ 2.5 വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്നോർക്കുമ്പോൾ തല താഴണം, തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ. അതേ കേസിന്റെ പേരിൽ തന്നെ ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ പേര് വെട്ടിക്കളഞ്ഞൊരു നേതാവുണ്ട്. പ്രിയപ്പെട്ട VSA, അങ്ങയുടെ ആർജവത്തിന്റെ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം, അകാലത്തിന് നഷ്ടമാണ്. ജെട്ടിക്കേസ് ഉടായ്പകൾ മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാശിന് വാങ്ങി നമ്മുടെ കാശിന് എണ്ണയടിക്കുന്ന 1-ാം നമ്പർ കാറിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷ മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ടകാലത്ത് ഒരു തവണ കൂടി അവിടെ പോകണം. ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം, ഉറക്ക വിളിക്കണം. മുദ്രാവാക്യം റെഡ് സാല്യൂട്ട്, റെഡ് സാല്യൂട്ട്, റെഡ് സാല്യൂട്ട് ടു കോമറേഡ്.